ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായിക്കുന്ന വ്ളോഗൊക്കെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ സ്കൂളും മദ്രസ ഇല്ലാത്ത ദിവസം മദ്രസക്ക് റേഞ്ച് യോഗ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മൂത്ത നാത്തൂൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താത്താടെ വീടാണിത്, കൂട്ടുവാദമാണ് കേട്ടോ വീട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് തലേ ദിവസം വന്നിട്ടുണ്ടാകുന്നത്. അപ്പോൾ പിറ്റത്തെ ദിവസം മുതലാണ് കേട്ടോ, രാവിലെ മുതലാണ് ഞാൻ വ്ളോഗ് എടുത്തത്. അപ്പോൾ രാവിലെ ഇതാ ചായക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൊറാട്ടയാണ് കേട്ടോ അതിലേക്ക് വാങ്ങിയത്. അപ്പോൾ താത്ത അവിടെ ചായയും കടിയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ ഓരോരുത്തരോരുത്തർ നീച്ച് വരുന്നുണ്ട്. പിന്നെ താത്താടെ മകളുണ്ടായിരുന്നു. താത്താടെ മോൾക്ക് 3 കുട്ടികളാണ് കേട്ടോ. ഒരു പ്രസവത്തിൽ 3 മക്കൾ, 3 പെൺകുട്ടികളാണ് കേട്ടോ. അപ്പോൾ അതാ താത്താടെ വീടാണിത് കേട്ടോ. ഇതാണ് അവിടുത്തെ വലിയ റൂം. 2 റൂമുണ്ട്. ഈ റൂമിലാണ് ബാത്റൂം വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ബാത്റൂം വരുന്നത് കേട്ടോ. പിന്നെ ഇതാ താത്താടെ ഫോൺ എടുത്തിട്ട് കുട്ടി ഇരുന്ന് കളിക്കുകയാണ്. പിന്നെ ഞാൻ ചായ കുടിക്കാനും വേണ്ടിയിട്ട് നിന്നു കേട്ടോ. മക്കളൊക്കെ അതായിരുന്നു ചായ കുടിക്കണുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഒറ്റയ്ക്ക് തിന്നൊന്നുമില്ല കേട്ടോ. അത് വെറുതെ ഇങ്ങനെ പാത്രത്തിൽ കൊടുത്തിരിക്കുകയാണ്, വാരി കൊടുക്കണം. പിന്നെ അതാ ചോറിന് മീനാണ് കിട്ടിയിരിക്കുന്നത്, മത്തിയാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ അതവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ താത്ത മീൻ കറി തേങ്ങ അരച്ച് വെക്കാനും വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മീൻ വലിയ മീനാണ്, വലിയ മത്തി മീനാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു കറിയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ താത്താടെ വീടിൻ്റെ ഹാളാണിത്. ടേബിളും സോഫയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് കേട്ടോ വലിയ റൂം. അപ്പോൾ അടുക്കള 2 അടുക്കളയാണുള്ളത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഈ അടുക്കളയിൽ ഒന്നും ചെയ്യണില്ല. അവിടെ ഇങ്ങനെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെക്കും. അപ്പുറത്തെ അടുക്കളയിലാണ് ഗ്യാസ് അടുപ്പും വിറകടുപ്പും അവിടെ ഒരുമിച്ചാണ് കേട്ടോ. വിറകടുപ്പ് കത്തിക്കണില്ല കേട്ടോ, ഗ്യാസ് അടുപ്പ് മാത്രമേ അവർ ഉപയോഗിക്കണുള്ളൂ. പിന്നെ ബാക്ക് ഭാഗമാണ്, വീടിൻ്റെ ബാക്ക് ഭാഗം കിണറാണ് കേട്ടോ. ഒരു മഴ പെയ്യുമ്പോഴത്തേനും ഇവിടെ നല്ല വെള്ളമാവും കേട്ടോ. നല്ല സൂപ്പർ വെള്ളമാണ്, മാഷാ അല്ലാഹ്. പിന്നെ അതാ വീടിൻ്റെ ബാക്ക് ഭാഗം അവിടുത്തെ കുറച്ച് കാഴ്ചകളും കാണാം കേട്ടോ. എല്ലാ പേരക്ക, പൈനാപ്പിൾ, ചക്ക, ഇരുമ്പാമ്പുളി, വേപ്പില, കവുങ്ങ്, തെങ്ങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. വാഴ, നല്ല രസമാണ് ഇവിടെ വന്നാൽ. നല്ല ഭംഗിയാണ്, പ്രകൃതി നല്ല രസമാണ് കേട്ടോ. ബാക്കിലൊക്കെ അപ്പുറത്തൊക്കെ പാടങ്ങളാണ്. അപ്പോൾ അത് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വേപ്പിൻ്റെ നമുക്ക് കാരക്കുത്തേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനും വേണ്ടിയിട്ട് കുറച്ച് പറിച്ചോന്ന്. അപ്പോൾ പിന്നെ ഞാൻ മതിൽമ കയറിയിട്ട് കുറച്ച് വേപ്പിൻ്റെ ഇല പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ചീനമുളക്, അവിടെ ഒരു പൈനാപ്പിൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് ആ വേപ്പിൻ്റെ ഇലയാണിത്. അപ്പോൾ അതിൻ്റെ മതിലുമ്മ മേലെ അടിയിൽ നല്ലതൊന്നുമില്ല, ഒക്കെ കേടാൻ നിൽക്കണം. അപ്പോൾ മേലെ കയറിയിട്ട് മേലെ നിന്ന് പൊട്ടിച്ചിട്ട് അപ്പോൾ നല്ല ഇത് കിട്ടി.
വേപ്പിൻ്റെ പൊട്ടിച്ചിട്ട് ഞാനത് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വരുമ്പോൾ കൊണ്ടുവന്നിട്ട്. പിന്നെ നമുക്ക് അടുക്കളയിൽ ഇങ്ങനെ സാധനങ്ങൾ വെച്ചിരിക്കുന്നത്. അങ്ങനെ അവിടെ ഇരിക്കുന്ന കുപ്പികളൊക്കെ ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. അപ്പോൾ അതാ മീൻകറി ഇവിടെ താത്ത റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. മക്കളൊക്കെ ഇവിടെ കഞ്ഞി കുടിക്കണ്ടേ? ഇവിടെ കളിക്കാണ്. എന്താ കളിക്കണ്? പുറത്ത് റോഡിൻ്റെ പണി നടക്കണം കേട്ടോ. റോഡിൻ്റെ പണി അതിൻ്റെ കാര്യങ്ങളും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ പെണ്ണിനെ നോക്കൂ. കഴുകിക്കോ പോയിട്ട് നോക്കട്ടെ. വീർത്താ എവിടുന്നാ കടിച്ച്? എന്താ കളിക്കണേ? പുട്ടുണ്ടാക്കിക്കോ. പുട്ട് അതാ. പിന്നെ മക്കൾക്ക് ചോറ് കൊടുത്തിട്ടാ. അപ്പോൾ അതാ അവരൊക്കെ അവിടെ ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബൈക്കുണ്ട് പറഞ്ഞപ്പോൾ കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. കയ്യും മുറൊക്കെ കഴുകിയിട്ട് ചോറ് കൊടുത്തിട്ടാ. പിന്നെ ഞാനും ചോറ് വിളമ്പിയിട്ട് മക്കൾക്ക് കൊടുക്കാനും ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കാനൊക്കെ ഇരുന്നിട്ടാ. അപ്പോൾ മത്തിക്കറിയും ചോറും മീൻ പൊരിച്ചതും തേങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലത്തെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ചോറിനെല്ലാം എല്ലാതും കൊടുത്ത് എല്ലായിടത്തും ക്ലീൻ ആക്കിയിട്ട് മക്കളൊക്കെ കുളിപ്പിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ നമ്മളൊരു വഴിക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇവിടെ അടുത്തുള്ള ചാലിശ്ശേരി സരസ് മേള പറഞ്ഞിട്ടൊരു ഇത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നാളത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുക. ഇതിപ്പോൾ കുറച്ച് ലെങ്ത് ആയില്ലേ, അതുകൊണ്ടാണ് കേട്ടോ. പാർട്ട് 2 ആയിട്ട് നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. വണ്ടി ഒരു വെള്ളിമൂങ്ങ പറഞ്ഞിട്ടുണ്ടായിരുന്നു.